ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എവിടെയാണ് അറിയോ? ഇന്ന് നോളജ് സിറ്റിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ സിയാർത്ത് പോകുന്നതായിരുന്നു. ഈ നോളജ് സിറ്റിയിലൊരു വലിയ പള്ളിയുണ്ട്. ആ പള്ളി കാണാനായി പോകുന്നത്. ഈ പള്ളി ചുറ്റിക്കറങ്ങി പോന്നപ്പം ഈ നോളജ് സിറ്റി ഫുള്ളായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടിയിൽ ഞങ്ങൾ കയറി. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ ഈ നോളജ് സിറ്റിൻ്റെ ഭാഗമായിട്ട് കുറേ കോളേജ്, ഹോസ്പിറ്റല്, ഹോട്ടല്, വലിയ വലിയ ഹോട്ടലാട്ടോ, അങ്ങനെ പലതും ഉണ്ട്. വലിയ ഹോസ്പിറ്റല് നോളജ് സിറ്റിയിലുള്ളവർക്ക് മാത്രമൊന്നല്ലേ, എല്ലാവർക്കും ഹോസ്പിറ്റലിൽ വരാം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ആ കാണുന്നതാണ്. പിന്നെ ഇവിടെ പെരും മഴയാണ് കേട്ടോ. എൻ്റെ മേലൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട്. അപ്പം ഈ നോളജ് സിറ്റി പരിചയപ്പെടുത്തുന്നത് ഈ വണ്ടിയിലുള്ള ഒരാളാണ്. ഈ വണ്ടിക്ക് പൈസ കൊടുക്കണം, എന്നാലേക്ക് ഇത് പരിചയപ്പെടുത്തി തരുള്ളൂ. കുട്ടികൾക്ക് പിന്നെ പൈസ ഒന്നും വേണ്ട. ഈ നോളജ് സിറ്റി ഫുള്ളായിട്ട് പരിചയപ്പെടുത്തി തരും. ഞങ്ങൾക്ക് പിന്നെ ഫുള്ളായിട്ടൊന്നും പരിചയപ്പെടുത്തി തന്നില്ല, കാരണം മഴ ആയതുകൊണ്ടും. പിന്നെ ഞങ്ങൾക്ക് 11:30 വരെയാണ് സമയം തന്നിക്കണത് ഈ നോളജ് സിറ്റിയിൽ. അപ്പം 12 മണി ആവാനായിക്കണ്. അതുകൊണ്ട് ഫുള്ള് ചുറ്റാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നണത്. ഇപ്പം പോവണത് എവിടേക്കാണ്? ഇതെന്താന്ന് എനിക്കറിയില്ല. ഇവിടെ ഇറങ്ങണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പറയുന്നുണ്ട് മാണ്ട, സമയമല്ല, മറിച്ചതാണ്, ഇറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങിയില്ല. അപ്പം ഇതെന്താന്ന് എനിക്കറിയില്ല. ഇനി പിന്നെ എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ നോളജ് സിറ്റിയിൽ വേറെ എന്തൊക്കെ ഉണ്ട്, നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇപ്പം വരുന്നത് കണ്ടോ? ഇതൊക്കെ നല്ല മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈന്തപ്പന കണ്ടില്ലേ? ഈന്തപ്പന. ഇവിടെ ഞങ്ങൾ ആ പള്ളി ചുറ്റിയ നേരത്ത് അവിടെ ഒരു 4 തൂണുണ്ട്. ആ തൂണുമ്മലും ഓരോ മസ്ഹബിൻ്റെ പേരാണ്, മസ്ഹബ് ഇമാമിൻ്റെ പേരാണ്. അപ്പം അങ്ങനെ എഴുതി വെച്ചാണ്. പിന്നെ ആ തൂണുമ്മൽ യമൻ, ഷാം, മക്ക, മദീന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പള്ളിയിൽ 7 വാതിലുണ്ട്. അതിന് വ്യത്യസ്ത തരത്തിലുള്ള ഒരു പേരിട്ടിക്കണ്. ഇത് ഇപ്പം കടന്നു പോയത് എന്താ വെച്ചാൽ, വിദേശികൾ താമസിക്കാൻ വരുന്നതാണ് കേട്ടോ. അവിടെ ഒട്ടകത്തിന് കണ്ടില്ല നിങ്ങൾ? അത് വിദേശികൾ താമസിക്കാൻ വരുന്നതാണ്. അവിടെ 2 ഒട്ടകമുണ്ട്. ഇപ്പം ഞാൻ നിർത്തിപ്പോയത് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. എന്നാലും ഞങ്ങൾ കാണിച്ചു തരാം. ഇതാ ഈ കാണുന്നത് ഹോട്ടലാണ്. ഈ വലിയൊരു ബിൽഡിങ് ഹോട്ടലാണ്. ഹോട്ടൽ. പിന്നെ ഇപ്പറേ ഭാഗം കണ്ടോ, നല്ല പച്ച പുല്ലുകൾ നിറഞ്ഞിട്ടുള്ളതാണ്. പച്ച പുല്ലാണ് കേട്ടോ. ഇനി വരുന്നത് ഒരു തടാകമാണ്. നോളജ് സിറ്റിയിലെ തടാകമാണ്. നല്ല ഭംഗിയാണ്. മഴ ആയതുകൊണ്ട് അത്രക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ ഗൈസ്. നല്ല അടിപൊളി തടാകമാണ്. ഇതിൽ കൂടെ ഒക്കെ നടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ മഴ ആയതുകൊണ്ട് വണ്ടിയിൽ പോയത്. അപ്പം പിന്നെ ഞങ്ങൾ തടാകം കണ്ട് തിരിച്ചു പോവാണേ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പരിചയപ്പെടുത്തി തരാൻ മറന്നുപോയി. ഇതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. എന്തോ ആണ്, വലിയൊരു ഹാളാണ് കേട്ടോ. ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ കാണിച്ചു തരാം. ഈ പോണ വഴിക്ക് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നോളജ് സിറ്റി
ഞമ്മക്ക് ഓര് പരിചയപ്പെടുത്തി തരുന്നു. നിങ്ങൾ കണ്ടിക്കണോന്നറിയില്ല. കുറേ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. നമുക്ക് കുറേ ഒന്നും അറിയില്ല, അറിയണത് അങ്ങ് പറയുക. ആ കാണുന്നത് ഹോട്ടലാണ്, ഒരേട്ടൻ പറഞ്ഞില്ലേ, ഇത്രയും വലിയ ഹോട്ടൽ. ഇവിടെ ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. ആ കാണുന്ന ഷീറ്റ് ഇട്ടില്ലേ, അവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. അവിടെ ഒട്ടകമുണ്ട്. പിന്നെ ഓഡിറ്റോറിയം, അത് അപ്പറേ ഭാഗമാണ്, ഒരു വട്ടത്തിൽ ഓഡിറ്റോറിയമാണ്. പിന്നെ വണ്ടിയിൽ ഞാൻ മാത്രമുള്ള ഇനിയും വീഡിയോ എടുക്കണത്, കാരണം ഞാൻ മൊത്തം നനഞ്ഞിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് മര്യാദക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബട്ടൺ അമർത്തുക, പിന്നെ ഷെയർ ചെയ്യണേ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ കാണുന്ന പള്ളിയാണ് ഞാൻ പറഞ്ഞ ആദ്യം തന്നെ, നോളജ് സിറ്റിയിൽ വലിയൊരു പള്ളിയുണ്ട് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നടൂല് ആ പള്ളീൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗത്ത് ഒരു കുബ്ബുണ്ട്. ആ കുബ്ബൻ്റെ ഉള്ളിൽ കുറേ അറബിയത്തുണ്ട്, പലത് എന്തിനൊക്കെ പറ്റിയിട്ട് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നീനി കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.